ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. പ്രാർത്ഥനയും പ്രകൃതി നിയമവും പരസ്പര ബന്ധിതം. പ്രകൃതി നിയമത്തിന് പ്രാർത്ഥനയുമായി എപ്പോഴും ബന്ധമുണ്ടെന്ന് പറയുന്നതാണ് ഉചിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരമാർത്ഥജ്ഞാനത്തെ സംബന്ധിച്ച് കേവലം അജ്ഞരും പാശ്ചാത്യ സംസ്കാരം അനുകരിക്കുന്നതിൽ വ്യാപൃതരുമായിരിക്കുന്ന പ്രകൃതിവാദികൾ പ്രാർത്ഥനയെ അനാചാരമായി കണക്കാക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ബന്ധത്തെക്കുറിച്ച് സംക്ഷിപ്തമായി വിവരിക്കുന്നത് ഉചിതമായി ഞാൻ കാണുന്നു. നോക്കുക, വിശപ്പ് കാരണം അസ്വസ്ഥനും സ്വൈരവിഹീനനുമായി തീരുന്ന കുഞ്ഞ് പാലിനു വേണ്ടി കരഞ്ഞു വിലപിക്കുമ്പോൾ മാതാവിൻ്റെ മാറിൽ പാല് ചുരന്നു വരുന്നു. കുഞ്ഞാകട്ടെ പ്രാർത്ഥനയെന്തെന്ന് പോലും അറിയുന്നില്ല. പക്ഷേ അതിൻ്റെ രോദനങ്ങൾ പാലിനെ ആകർഷിക്കുന്നതിൻ്റെ കാരണമെന്താണ്? എല്ലാവരും സാമാന്യം അനുഭവിച്ചറിഞ്ഞ സംഗതിയാണിത്. ചില നേരങ്ങളിൽ മാതാപിതാക്കൾക്ക് അവരുടെ മാറിടങ്ങളിൽ പാലുണ്ടെന്ന് തോന്നുകയില്ല. മിക്ക സന്ദർഭങ്ങളിലും പാലുണ്ടാവുകയുമില്ല. എന്നാൽ കുഞ്ഞിൻ്റെ വേദനാജനകമായ കരച്ചിൽ കാതിലെത്തുന്ന നിമിഷം കുഞ്ഞിൻ്റെ കരച്ചിലുമായി പാലിന് അഭേദ്യമായ ബന്ധമുള്ളതുപോലെ പാൽ മാറിടങ്ങളിൽ ചുരന്നു വരുന്നു. ഞാൻ സത്യമായും പറയുന്നു, ദൈവസമക്ഷം നാം ഇതുപോലെ വികാരനിർഭരമായി വിലപിക്കുന്ന പക്ഷം അത് അവൻ്റെ അനുഗ്രഹത്തെയും കാരുണ്യത്തെയും ഉദ്ദീപിപ്പിക്കുകയും അവയെ വലിച്ചടുപ്പിക്കുകയും ചെയ്യുന്നു. സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ദുആസ്വീകാര്യതയുടെ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും എന്നിലേക്ക് ഇറങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നല്ല, അപ്രകാരം ദർശിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. പ്രബുദ്ധരല്ലാത്ത ഇക്കാലത്ത് തത്വജ്ഞാനികൾ പ്രസ്തുത പ്രതിഭാസം അനുഭവിക്കുകയോ ദർശിക്കുകയോ ചെയ്തില്ലെന്ന് വെച്ച് ആ സത്യം ലോകത്തു നിന്ന് തിരോഭവിച്ചു എന്ന് വരുന്നില്ലല്ലോ. വിശേഷിച്ചും ദുആസ്വീകാര്യത തെളിയിച്ചു കാട്ടാൻ ഞാൻ സദാ തയ്യാറുള്ളപ്പോൾ. ദുആസ്വീകാര്യതയ്ക്ക് പ്രകൃതി നിയമത്തിൽ ഉദാഹരണങ്ങളുണ്ടെന്ന് ചുരുക്കം. അള്ളാഹു എല്ലാ കാലത്തും അതിൻ്റെ ജീവൽ മാതൃകകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ അഭീഷ്ടവും നിയമവുമാണിത്. ഇത് മാറ്റാൻ ആരാലും സാധ്യമല്ല. നമ്മുടെ കർമ്മങ്ങൾ സമ്പൂർണവും സമഗ്രവുമാക്കണമെന്ന സംഗതി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിൽ നിന്ന് ദർശിക്കാൻ സാധിക്കും. ഇതിലെ വാക്കുകളിൽ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള അനുശാസനവും നേർമാർഗം തേടാനുള്ള പാഠവുമാണ് ഇതിലടങ്ങിയിരിക്കുന്നതെന്ന് പ്രത്യക്ഷ വചനങ്ങളിൽ നിന്ന് മനസ്സിലാകുമെങ്കിലും ഇതിനു മുമ്പുള്ള ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വചനം പറയുന്നത് ആദ്യം ഇതിലടങ്ങിയ നിർദ്ദേശത്തെ പ്രയോജനപ്പെടുത്തുക എന്നാണ്. അതായത് നേർമാർഗത്തിലെ ഘട്ടങ്ങൾ തരണം ചെയ്യുന്നതിനായി ശരിയായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ദൈവസഹായം തേടേണ്ടത്. ആകയാൽ ബാഹ്യമാർഗോപാധികൾ അവലംബിക്കുക അനിവാര്യമത്രേ. അത് കൈവെടിയുന്നവൻ കൃതജ്ഞത കാണിക്കുന്നവനാകുന്നു. നോക്കുക, നാഡികളാലും മാംസപേശികളാലും ദൈവം സൃഷ്ടിച്ച ഈ നാവ് ഇതുപോലെയല്ലായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഹൃദയത്തിലുള്ള ചിന്തകളും ഉദ്ദേശങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയുന്ന നാവാണ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. നാവുകൊണ്ട് നാം പ്രാർത്ഥിക്കാതിരുന്നാൽ അത് നമ്മുടെ വല്ലാത്ത ദൗർഭാഗ്യമത്രേ. നാവിനെ ബാധിച്ചാൽ പൊടുന്നനെ അത് മരവിച്ചു പോകുന്ന തരത്തിലുള്ള നിരവധി രോഗങ്ങളുണ്ട്. ഇത് റഹീമിയത്താകുന്നു. അതുപോലെ നൊമ്പരഭാവവും നമ്രഭാവവും ചിന്തിക്കാനും മനനം ചെയ്യാനുമുള്ള കഴിവുകളും ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഓർക്കുക, ഈ കഴിവുകളെയും വാസനകളെയും വിട്ടുകളഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പക്ഷം അത് ഒരു ഗുണവും ചെയ്യുകയില്ല, അത് ഫലപ്രദമാവുകയുമില്ല. കാരണം ആദ്യം തന്നരുളിയ സംഗതികളിൽ നിന്ന് പ്രയോജനമെടുക്കാത്ത സ്ഥിതിക്ക് പിന്നീട് നൽകപ്പെടുന്നതിൽ നിന്ന് പ്രയോജനമെടുക്കുമോ? അതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിന് മുമ്പുള്ള ഇയ്യാക നഅ്ബുദു പ്രഖ്യാപിക്കുന്നത് നീ മുമ്പ് നൽകിയ ഔദാര്യങ്ങളെയും കഴിവുകളെയും ഞങ്ങൾ വൃഥാവിലാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. റഹീമിയത്തിൽ നിന്നും അനുഗ്രഹം സിദ്ധിക്കാൻ പ്രാപ്തമാക്കുക എന്നതാണ് റഹ്മാനിയത്തിൻ്റെ സവിശേഷത എന്നോർക്കേണ്ടതാണ്. ആകയാൽ അള്ളാഹു ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞത് വെറും വാക്കല്ല, മറിച്ച് മനുഷ്യമഹത്വം ആവശ്യപ്പെടുന്ന ഒന്നാണിത്. അർത്ഥിക്കുക മനുഷ്യ സവിശേഷതയാകുന്നു. അള്ളാഹുവിനോട് ഉത്തരം തേടാത്തവൻ അക്രമിയത്രേ. വളരെ ആനന്ദതുന്തിലമായൊരവസ്ഥയാണ് ദ്വായിൽ അനുഭവവേദ്യമാകുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, അതിലെ ആനന്ദാനുഭൂതികൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് വാക്കുകളില്ല.
അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ചുരുക്കത്തിൽ പ്രാർത്ഥനയ്ക്ക് സൽക്കർമ്മങ്ങളും സത്യവിശ്വാസവും അനിവാര്യ ഘടകങ്ങളാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. എന്തെന്നാൽ സ്വന്തം വിശ്വാസത്തെ ശരിയാക്കാതെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിനെ പരീക്ഷിക്കലാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെ പരിപൂർണവും തികവാർന്നതും ആക്കി തീർക്കുക എന്നതാണ്. തുടർന്ന് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് ഞങ്ങൾ തേടുന്നുവെന്നും ദുഷ്കർമ്മം ചെയ്തത് നിമിത്തം നിൻ്റെ ശിക്ഷ ലഭിക്കുകയും കോപത്തിന് പാത്രമാവുകയും ചെയ്തവരിൽ നിന്ന് രക്ഷിക്കണമെന്നും വ്യക്തമാക്കുകയുണ്ടായി. വലല്ലാലിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജമാഅത്തിൽ പെടാതെ അലിഞ്ഞു തിരിയുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മൽഫുസാത്ത് വാള്യം 1 പേജ് 183 മുതൽ 185 വരെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.